നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ലഞ്ച് മെനു ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബീൻസ്, ഇതിപ്പോൾ ഫ്രഞ്ച് ബീൻസ് ആണ് കേട്ടോ, പിന്നെ ഒരു പകുതി ക്യാബേജ്, ഒരു ചെറിയ ക്യാപ്സിക്കം, ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീൻസ് കട്ട് ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ക്യാബേജ് ഒരുപാട് ചെറുതാക്കി മുറിക്കണില്ല കേട്ടോ, അതൊന്ന് കഴുകിയെടുക്കണം, അല്ലെങ്കിൽ പിന്നെ ലീവ്സായിട്ട് കഴുകിയെടുത്തിട്ട് മുറിക്കണമായിരുന്നു. ക്യാബേജ് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്, ഇതൊന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ക്യാപ്സിക്കം കൂടി നമുക്ക് മുറിച്ചിടാം. ഇത് നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം. ക്യാപ്സിക്കം ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറൊക്കെ വരും. ക്യാപ്സിക്കത്തിന് നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരം ശരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്, ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു തോരനും വേണം നാളികേരം, പിന്നെ കോവയ്ക്ക മീൻകറി ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിനും വേണം. ഈ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. മിക്സ് ചെയ്യാൻ എളുപ്പത്തിനാട്ടോ, കുറച്ച് വലിയ പാത്രത്തിലേക്ക്. ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നാളികേരം ചെറുകിയത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ എരിവിനനുസരിച്ച് പച്ചമുളക്, നേരെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ മിക്സ് ചെയ്യാം. ഇപ്പം ഇത് കണ്ടോ, നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി, നമുക്ക് ഞാൻ ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് പൊട്ടി വരണ ഒരു സമയം കൊണ്ട് നമുക്ക് പയർ വേവിക്കാം. ഇതുപോലെ മണിപ്പയർ എന്നൊക്കെ പറയും, നമ്മുടെ നാട്ടിൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. ഇവിടെ ബാംഗ്ലൂരൊന്നും ഈ ഒരു പയർ വാങ്ങിക്കാൻ കിട്ടില്ല. എൻ്റെ ഫ്രണ്ട് ദീപ നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും നമുക്ക് വേവിക്കാം. ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ പയർ എൻ്റെ ഫേവറേറ്റാണ്. കുക്കറിൽ വേവിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, കുക്കറിലാകുമ്പോൾ വേഗമാവുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ചിട്ട് 1 വിസിൽ വരണ വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും വെന്തുണ്ടോ. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില, ഈ കടലപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. ഇത് മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസിന്റെ മിക്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം നിർബന്ധമില്ല. അടച്ച് വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ക്യാബേജൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ അത്രയ്ക്കൊരു ടേസ്റ്റി ആയിട്ട് വരില്ല. നല്ല വേവുള്ള ബീൻസൊക്കെയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അടച്ച് വെച്ചോ. ഇതിപ്പോൾ പെട്ടെന്ന് കുക്കായിട്ട് വരും ബീൻസൊക്കെ. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് കോവയ്ക്ക മീൻകറി ഉണ്ടാക്കാം. അതിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക്
ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ച കോവയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മാക്സിമം കനം കുറച്ച് മുറിക്കണമെങ്കിൽ അതാണ് ഒന്നും കൂടി നല്ലത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇളക്കി കൊടുക്കാം. ഈ കോവയ്ക്ക ഒന്ന് വഴന്ന് വരണം നല്ലപോലെ. അപ്പോഴായിരിക്കും കോവയ്ക്ക മീൻകറിയൊക്കെ നല്ല ടേസ്റ്റ് ചെയ്ത് വരാം. ഇപ്പോൾ കണ്ടോ കോവയ്ക്ക അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് ഞാൻ മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ, പിന്നെ പച്ചമുളകാണ് ചേർക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കണ്ട കേട്ടോ, കാരണം മീനിലൊന്നും ചേർക്കണ പോലെ ഒരുപാട് അളവ് ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു വെജിറ്റബിൾ ആണല്ലോ കോവയ്ക്ക. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, നാളികേരപ്പാൽ. ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാലെണ്ണം വേണ്ടല്ലേ, 3 മതി, എരിവ് ചിലപ്പോൾ കൂടും. പിന്നെ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് കളഞ്ഞതിന് ശേഷം അതും കൂടി ചേർക്കാം. ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് സമയം ഇതിൽ കിടന്നൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് പഴിച്ചെടുത്തിരുന്നു. അപ്പോൾ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ നമ്മുടെ ക്യാബേജ് തോരൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ക്യാബേജ് തോരൻ അല്ല, സോറി, മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ. അപ്പോൾ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ നമുക്ക് പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഇതുണ്ടാക്കുമ്പോഴേ വെജിറ്റബിൾസ് ഒക്കെ നല്ല ചെറുതായിട്ട്, മാക്സിമം എത്ര ചെറുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പയർ എന്തോന്ന് നോക്കാം നമുക്ക്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഇത്തിരി വെള്ളമുണ്ട്. വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, ഇത് മതി. അപ്പോൾ പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി മുറിച്ചിട്ട് കൊടുക്കുക. ചെറിയ ഉള്ളിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് വരും. പിന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ അതേ നമ്മുടെ കോവയ്ക്ക കറി ഉണ്ടല്ലോ, കോവയ്ക്ക നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ. ഒരു എന്താ പറയുക, ഒരു 3/4 കപ്പാണ് ഒഴിക്കുക. ഇത് ഗ്രേവിക്ക് അനുസരിച്ച് കൂടുതൽ ഗ്രേവി ആണെങ്കിൽ കൂടുതൽ ഒഴിക്കാട്ടോ നാളികേരപ്പാലൊക്കെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മതി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ചെറിയ ഉള്ളി ഒരുവിധം ഫ്രൈ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഒരുപാട് അളവിൽ വേണ്ട കേട്ടോ, ഞാൻ 1 ടീസ്പൂൺ ചേർക്കണുള്ളൂ. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി 1 ടീസ്പൂൺ. ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറട്ടെ. ഇത് മതി. ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോവയ്ക്കയിലേക്ക് ഇതിട്ട് കൊടുക്കാം.
എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി കോവയ്ക്ക മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് മതി. ഇത് നമ്മുടെ പയറുപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഫ്രൈ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓഫ് ഫ്ലെയിമിലായിരുന്നു ഇത് വെച്ചിരുന്നത്. അത് എത്ര സമയം എടുക്കാം. ഇതിപ്പോൾ ഒരുവിധം ഫ്രൈ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനൊരു 1.5 ടീസ്പൂണാണ് ചേർക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് പയറുണ്ടല്ലോ, ഇതിൽ ഒരു ഇത്തിരി വെള്ളമുണ്ട്. വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇതിലിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം വളരെ കുറച്ചുള്ളൂ, പക്ഷെ ഇത് അപ്പോൾ വെള്ളം വറ്റുമ്പോഴേക്കും ഇതിൽ നന്നായിട്ട് എരിവും ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. അപ്പോൾ ഇത് റെഡി ആട്ടെ. പിന്നെ നമുക്ക് മോര് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഒരു 1/2 ലിറ്റർ തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഇത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം മിക്സ് ചെയ്യാട്ടോ വേണമെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറൊക്കെ മാറ്റിയത്. ഇപ്പോൾ പ്രോപ്പർ മോരുന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് മിക്സിയിൽ അടിച്ചെടുത്ത് അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് മോരിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ മോരിലേക്ക് ചതച്ചെടുത്തതെല്ലാം കൂടി ചേർക്കാം. ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചേർക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ വരും. അതുപോലെ ഒരു 2 തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല മോര് റെഡി ആയിട്ടുണ്ട്. പയറും ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. ഇത് മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമുക്ക് ചോറ് വിളമ്പാം. പിന്നെ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ. പിന്നെ നമുക്ക് പയറുപ്പേരി അല്ലെങ്കിൽ പയറ് മെഴുക്കുവരട്ടി. പിന്നെ നമുക്ക് നമ്മുടെ കോവയ്ക്ക മീൻ കറി. പിന്നെ നമുക്ക് മോരൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ചോറ് കുറച്ചേ ഉള്ളൂ, കറികളാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് കഴിച്ചാലോ. ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതാണ്. കുറേ നാളെ കഴിച്ചിട്ട്, നാട്ടിൽ പോകുമ്പോഴേക്കേ കഴിക്കാറില്ല. അടിപൊളി. അതുപോലെ മിക്സ്ഡ് വെജിറ്റബിൾ തോരനും കോവയ്ക്ക മീൻകറിയും കുറച്ച് മോരും എല്ലാം കൂടി നല്ല അടിപൊളിയല്ലേ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടമുണ്ടോ?